നവീകരണത്തിന് പിന്നാലെ തകർന്ന തൃത്താല കൊപ്പം ചക്കുറ്റി റോഡിൽ ജനകീയ പ്രതിഷേധം. ഈ അടുത്ത കാലത്താണ് നവീകരണം ഉണ്ടായത്. അത് എല്ലാവരും ടാറൊക്കെ പൊളിഞ്ഞു തുടങ്ങി. പിന്നെ എന്താണ്, കോൺക്രീറ്റ് പ്രവൃത്തികൾ അപാകതയുണ്ട്. 2 ആഴ്ച മുൻപാണ് റോഡിന്റെ നവീകരണം പൂർത്തിയായതെന്ന് അറിയാൻ കഴിയുന്നു. വിവരങ്ങളുമായി നിഖിൽ പരമേശാണ് അല്ലേ? നിഖിൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ റോഡ് 2 ആഴ്ചയായി നവീകരണം കഴിഞ്ഞിട്ട്, പക്ഷേ ഇപ്പോൾ തകർന്നു. ആ റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. ജനകീയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇപ്പോൾ നവീകരണമാണോ നശീകരണമാണോ നടക്കുന്നതെന്ന് സംശയമുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തായാലും കൈകൊണ്ട് ഇളക്കുമ്പോഴത്തേക്ക് വളരെ സിമ്പിളായി ടാറൊക്കെ ഇളകി വരുന്നുണ്ട് കേട്ടോ. നിഖിലെ, തൃത്താല കൊപ്പത്ത് നിന്ന് എറയൂർ വഴി മുളയൻകാവ് റോഡിലേക്കുള്ള ഒരു എളുപ്പ വഴിയാണിത്. 2 ആഴ്ച മുൻപാണ്, കേവലം 2 ആഴ്ച മുൻപ് മാത്രമാണ് ഈ റോഡിൻ്റെ പണി പൂർത്തിയായത്. അതിനു പിന്നാലെ തന്നെ ഈ ടാറ് ഇളകിപ്പോരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, നേരത്തെ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ഈ റോഡ് കുത്തിപ്പൊളിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് വർഷങ്ങളോളം ഇതിങ്ങനെ മോശാവസ്ഥയിൽ തന്നെയായിരുന്നു. തുടർന്ന് നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയതിനു പിന്നാലെയാണ് ഈ റോഡ് നവീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. 2 ആഴ്ച മുൻപ് മാത്രമാണ് മുഴുവൻ പണിയും പൂർത്തിയായത്. അതിനു പിന്നാലെ തന്നെ ഇതിങ്ങനെ പൊട്ടിപ്പൊളിയാൻ തുടങ്ങിയതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ആളുകൾ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിലൂടെയുള്ള യാത്ര വലിയ ദുരിതമായിരുന്നു. രോഗികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ വലിയ പ്രയാസമായിരുന്നു. വാഹനയാത്രികർക്കെതിരെ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ, വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ യാത്രക്കാർക്ക്, നടന്നു പോകുന്ന ആളുകൾക്ക് വലിയ പ്രയാസം, അതൊക്കെയായിരുന്നു. എന്നാൽ അതിനൊക്കെ ശേഷം റോഡ് നവീകരിച്ചപ്പോഴാകട്ടെ അവസ്ഥ ഇങ്ങനെയുമായി. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലായിരുന്നു നാട്ടുകാരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ അടിയന്തരമായി ഇതിന് എന്തെങ്കിലും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപയും അനുവദിച്ചാണ്, 20 ലക്ഷം രൂപ കൂടി അനുവദിച്ചാണ് ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത്. 4 മാസം മുൻപ് റോഡിൽ മെറ്റലിട്ടുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കി. പിന്നീടും പണി ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. അതിനിടയിലാണ് നാട്ടുകാർ വീണ്ടും പ്രതിഷേധം അറിയിക്കുകയും തുടർന്ന് ഈ പണി പൂർത്തിയാക്കുകയും ചെയ്തത്. പണി ആയപ്പോഴാകട്ടെ അവസ്ഥ ഇങ്ങനെയുമായി. എന്തായാലും വേഗത്തിൽ ഇതിന്റെ പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നവീകരണം നടത്തിയില്ലെങ്കിൽ കോൺട്രാക്ടർക്ക് ഉൾപ്പെടെ നടപടികളുമായി അദ്ദേഹത്തിന് ഉൾപ്പെടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ പ്രമേഷ്. എന്തായാലും വൈറ്റ് ഫോറസ്റ്റ് കേക്കോലാണ് ആ റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് സോഫ്റ്റ് മൃദുത്വമുള്ള റോഡാണ്. അതെ.